നിങ്ങളിൽ എത്ര പേര് ഇത് കഴിച്ചിട്ടുണ്ട്? നമ്മുടെ നാട്ടില് ഇതിന് പൊങ്ങെന്നാണ് കേട്ടോ പറയുന്നത്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് അമ്മ നാളികേരം പൊട്ടിക്കുന്ന സമയത്ത് ഇങ്ങനെ പോയി ഒരു സ്റ്റീൽ ഗ്ലാസ് ഒക്കെ ആയിട്ട് ക്യൂ നിൽക്കും കേട്ടോ. തേങ്ങയെങ്ങാനും പൊട്ടിക്കുന്ന സമയത്ത് ഇതിനകത്ത് ഈ പൊങ്ങുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കും. ഇതിനൊരു പ്രത്യേക ടേസ്റ്റും ഒരുപാട് മെമ്മറീസ് ഒക്കെ എൻ്റെ ലൈഫിൽ എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പേര് പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചക്ക വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ഒരു തോരൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇപ്പം ചക്ക കിട്ടുന്ന സീസൺ അല്ല, പക്ഷേല് നമുക്കൊരു ചക്ക കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം മൂക്കാത്ത, അതായത് വിളവാകാത്ത ചക്കയാണ്. അപ്പോൾ നന്നായിട്ട് കാന്താരിയൊക്കെ ചേർത്ത് ജീരകവും മഞ്ഞളും ഉപ്പും ഒക്കെ ചേർത്ത് വെളുത്തുള്ളിയൊക്കെ വെച്ച് തേങ്ങ ഒതുക്കിയെടുത്ത് നല്ല വറവൊക്കെ ഇട്ടൊരു തോരൻ പോലെ ആക്കിയെടുക്കാം. ഇതാണ് നമ്മുടെ ചക്ക. ദേ ചക്കക്കുരു ഉൾപ്പെടെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. മൂക്കാത്ത ചക്ക ആയതുകൊണ്ട്, അതായത് പൊട്ട് ചക്ക ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ അരിഞ്ഞെടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ അത് കട്ടിയൊന്നും ഇല്ലാതെ മൊത്തത്തിൽ കൊത്തിപ്പൊടിച്ച് അരിഞ്ഞെടുക്കാം. ഇനി ഇത് നന്നായിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു സ്വല്പം കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. ആ സമയം കൊണ്ട് പോയിട്ട് നമുക്ക് ഈ അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം. അമ്മിക്കല്ലിലിട്ട് അങ്ങോട്ട് അരയ്ക്കുകയാണെങ്കിൽ അത്ര ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഞാനിവിടെ അമ്മിക്കല്ലിലൊന്നും അരയ്ക്കാൻ പോയില്ല കേട്ടോ. ഒരു മിക്സിയുടെ ജാറിൽ എല്ലാം കൂടി ഇട്ടിട്ട് 2 വട്ടം ഒന്ന് ബീറ്റ് ചെയ്തു. സംഭവം റെഡി. ഇനി നമുക്ക് ഇത് ഈ വെന്ത ചക്കയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് കഴിഞ്ഞിട്ടില്ല പരിപാടി. ഇതിൻ്റെ മുകളിൽ ഇനി നമുക്കൊരു നല്ല വറവും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ കുറച്ച് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കടുക് ചേർക്കുന്നുണ്ട് കേട്ടോ. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നപ്പം അതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളി, അതായത് നമ്മുടെ സ്മോൾ ഓണിയൻസ് ഇല്ലേ, അതൊന്ന് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല ഗോൾഡൻ കളർ ആകാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് ഒരു 2 തണ്ട് കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു മണമൊക്കെ വരും. ഈ സമയത്ത് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് കറിവേപ്പിലയൊക്കെ വാടി ഫ്ലേവറൊക്കെ ഇറങ്ങും. അത് നമ്മൾ നമ്മുടെ ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനിയും ഈ നാളികേരവും ഇട്ടതും നമ്മുടെ എന്താ പറയുക, കടുക് താളിച്ചതും എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. സംഭവം നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എനിക്കിങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് എനിക്ക് ചക്കയും കപ്പയും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ പൊട്ട് ചക്ക അതല്ലെങ്കിൽ ഇടിച്ചക്കയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതൊരു ചക്ക കൂട്ടാൻ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാവുന്ന ഐറ്റം ആയിരിക്കും. എന്നാലും നമ്മൾ ചുമ്മാ ഒരു കിട്ടാത്ത സീസണിൽ കിട്ടിയ സംഭവമല്ലേ, അപ്പോൾ ഒരു വീഡിയോ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. നല്ല ചാള മീൻ കറിയൊക്കെ ഒഴിച്ചിട്ട് കഴിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ. ഏത് മീൻ കറി ആയാലും കുഴപ്പമൊന്നുമില്ല, നല്ല തലക്കറിയൊക്കെ ആണെങ്കിൽ പിന്നെയും കിടുമായിരിക്കും. അപ്പോൾ ഇത് ഇഷ്ടമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യണേ. സോ ബൈ, നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും സീ യു.